മഹാകവി കുമാരനാശാന്റെയും സഹയാത്രികരുടെയും ജീവനെടുത്ത റെഡീമർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 100 വർഷം. 1924 ജനുവരി 16 പുലർച്ചെ 5 മണിക്കാണ് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട റെഡീമർ ബോട്ട് പല്ലനയാറ്റിലെ പുത്തൻകരി വളവിൽ അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന സ്ഥലം ഇന്ന് കുമാരകോടി എന്ന് അറിയപ്പെടുന്നു. അവിടെയാണ് ആശാൻ സ്മാരകം. ഒരു നൂറ്റാണ്ടിനപ്പുറം മഹാകവിയുടെ ജീവനെടുത്ത പല്ലനയാറിന് ഇന്ന് ആ രൗദ്രഭാവമില്ല. പകരം ശാന്തത മാത്രം. 100 വർഷങ്ങൾക്ക് മുൻപ് ഇന്നീ ദിവസം പല്ലനയാറിലേക്ക് ദുരന്തം ഒരു പെരുമഴയായി പെയ്തിറങ്ങി. ട്രാവൻകൂർ കൊച്ചിൻ ബോട്ട് സർവീസിന്റെ റെഡീമർ ബോട്ട് രാത്രി 10:30 കൊല്ലത്ത് നിന്ന് യാത്ര തുടങ്ങിയത്. പുലർച്ചെ 5 മണിക്ക് പല്ലനയിലെ കൊടുംവളവിൽ ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്രാങ്ക് സൈമൺ പെട്ടെന്ന് വെട്ടിച്ചതോടെ ബോട്ട് തലകീഴായി മറിഞ്ഞു. ആറിന്റെ നല്ല വളവും കുത്തൊഴുക്കും അസാധാരണമായ ആഴവും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. അധികം ആൾപ്പാർപ്പില്ലാത്ത കരയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞായിരുന്നു. പല ദിവസങ്ങളിലായി 24 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അമിതമായ ദൂരം, അതുപോലെ തന്നെ കുമാരകോടി ആറിന്റെ വളവ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യാത്രക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അത് തിരിക്കുവാനുള്ള ആ തന്ത്രപ്പാടിലാണ് ആ ഇരുന്നില ബോട്ട് കീഴ്മേൽ മറിയുന്നത്. മഹാകവി കുമാരനാശാൻ പലരെയും രക്ഷിച്ചതിന് ശേഷം അവശനായി തീർന്നു. അദ്ദേഹം ഒടുവിൽ ആ പല്ലനയാറിൻ്റെ ആഴങ്ങളിലേക്ക് അകപ്പെട്ടു പോവുകയാണ് ചെയ്തത്. വീടുകളിൽ ഈ കാപ്പിയും അപ്പവുമായി വിൽക്കാൻ വരുന്ന ഒരു കാപ്പി കച്ചവടക്കാരൻ ആണ് ആ മൃതദേഹം ആദ്യമായി കാണുന്നത്. ബോട്ടിൽ യാത്ര ചെയ്ത കറുത്ത കോട്ടും തവിട്ട് ഷാളുമിട്ട തുകൽപ്പെട്ടിയുമായി തലയെടുപ്പോടെ ബോട്ടിലേക്ക് കയറി വന്ന കുമാരനാശാനെ പറ്റി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആലുവിലേക്കായിരുന്നു ആശാന്റെ യാത്ര. നീന്തൽ അറിയാവുന്ന കുമാരനാശാൻ രക്ഷപ്പെട്ടെന്നായിരുന്നു ആദ്യ പ്രതീക്ഷ. എന്നാൽ അപകടം നടന്ന സ്ഥലത്തിന് 1/2 കിലോമീറ്റർ മാറി ആറ്റിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന കാട്ടുവരത്തിയുടെ ശിഖരങ്ങളിൽ ഉടക്കിക്കിടക്കുന്ന നിലയിൽ 3-ാം ദിവസമാണ് ആശാന്റെ മൃതദേഹം കണ്ടെത്തിയത്. അപകടം നടന്നതിന്റെ പടിഞ്ഞാറേക്കരയിൽ ആശാന്റെ മൃതദേഹം സംസ്കരിച്ചു. അതോടെ പല്ലനയിലെ പുത്തൻകരി വളവ് കുമാരകോടിയായി അറിയപ്പെട്ടു. കല്ലറ കെട്ടിയാണ് ആദ്യകാലത്ത് ഇവിടം സംരക്ഷിച്ചത്. പിന്നീട് കല്ലറയ്ക്ക് മീതെ സ്മൃതി മണ്ഡപം ഉയർന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആശാൻ കൃതികളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തി മണ്ഡപം പുതുക്കി പണിതു. 24 ആലപ്പുഴ.